അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 6-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 6-ാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ പാപനിമിത്തം ദൈവം കോപിക്കുകയും അവനെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. ദാവീദിൻ്റെ ദേഹി ആത്മാവിൽ ആ ശിക്ഷ വ്യാപരിച്ചു. ദൈവം അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ശമൂവേലിനോട് കർത്താവ് പറയുകയാണ്, എൻ്റെ ഹിതമെല്ലാം ചെയ്യുന്ന എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? രാജ്യം ഭരിക്കുന്ന ശൗലിനെ നീക്കിക്കൊണ്ട് ഇസ്രയേലിൻ്റെ രാജാവായി വാഴുവാൻ. നാം ദൈവത്തിന് അനുകൂലമായി ചിന്തിക്കുകയും സംസാരിക്കുകയും വിശുദ്ധിക്ക് വേണ്ടി നിലവിളിക്കുകയും കർത്താവിനോടും അവൻ്റെ വചനത്തോടും കൂറ് പുലർത്തുകയും നമ്മുടെ സന്തോഷം യേശുവിലും അവൻ്റെ വചനത്തിലും ആയിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ നോക്കി പറയുന്നതും എനിക്ക് ബോധിച്ച പുരുഷൻ അഥവാ എനിക്ക് ബോധിച്ച മകൾ എന്നാണ്. ഗബ്രിയേൽ ദൂതൻ ഒരിക്കൽ യേശുവിൻ്റെ അമ്മയായ മറിയായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ്. എന്തായിരിക്കും യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, മറിയ വിശുദ്ധിക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും വളരെ ആഗ്രഹിച്ച ഒരു ദൈവമകളായിരുന്നു. തന്നെയുമല്ല ന്യായപ്രമാണം വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തിരുന്ന ഒരു ദൈവമകളായിരുന്നു. ദാനിയേൽ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന വിളി ദൈവത്തിൽ നിന്ന് കേട്ടത് എന്ന് ചോദിച്ചാൽ, നീതിക്കും വിശുദ്ധിക്കും ഒരു ദാഹം ബാലനായ ദാനിയേലിൽ ദൈവം കണ്ടു. തന്നെയുമല്ല അവനും ന്യായപ്രമാണം വായിക്കുകയും അത് പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ദൈവമകനായിരുന്നു. എൻ്റെ നീതിമാൻ വിശ്വസ്തനാണെങ്കിൽ നിലനിൽക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല എന്ന് നന്നായി മനസ്സിലാക്കിയൊരു ഭക്തനാണ് ദാവീദ്. കാരണം ശൗലുമായുള്ള ബന്ധത്തിൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ച എല്ലാ ഘട്ടങ്ങളിലും ദൈവം തക്ക സമയത്ത് ദാവീദിൻ്റെ രക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദാവീദ് ദൈവസന്നിധിയിൽ പാപം ചെയ്യാത്തവനായിരുന്നു. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന് ആദ്യം സമാധാനം നഷ്ടമാവുകയും ആ സമാധാന നഷ്ടം വ്യസനമായും ക്ഷീണമായും ദേഹിയെ ബാധിക്കുകയും തുടർന്ന് ദേഹത്തെ ബാധിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 6-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ തെറ്റുകൾക്ക് അവൻ ശിക്ഷ അയക്കുന്നു. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ മറ്റു ചില പ്രതിസന്ധികളായിരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രം, നാം നശിച്ചു പോകരുത്. ദാവീദ് നിലവിളിക്കുകയാണ്, ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ നമ്മുടെ ജീവിതത്തിലും ചില ശോധനകൾ വന്നേക്കാം. എന്നാൽ എല്ലാ രോഗവും ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നോ രോഗം വരുന്നത് പാപമൂലമാണെന്നോ ഒന്നും ചിന്തിക്കരുത്. രോഗം വരുവാൻ അനേക സാഹചര്യങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും രോഗം വരാം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നത് അവൻ്റെ പാപനിമിത്തമായിരുന്നില്ല. പിറവി കുരുടന് അവൻ കുരുടനായി പിറന്നത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമായിരുന്നില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും നാം പാപം ചെയ്താൽ ദൈവം നമ്മെ ശിക്ഷിക്കുമെന്ന അറിവ് പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മെ വിലക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ദൈവം ശിക്ഷിക്കുകയും നാം നിലവിളിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമ്മെ സൗഖ്യമാക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം നിത്യനരകത്തിൽ വീഴരുത് എന്നതാണ് ദൈവം നമ്മുടെ തെറ്റിനെ ശിക്ഷിക്കുന്നതിന് കാരണം. നാം നശിച്ചു പോകുന്നത് നമ്മുടെ പിതാവിന് ഇഷ്ടമല്ല. കാരണം നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ച വേദനയും നിന്ദയും അത്ര വലുതാണ്. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ പാദപീഠം അണയാം. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ധാരാളം കരുണ കാണിക്കും. തളർന്നിരിക്കുന്നവരെ താങ്ങുന്നവനാണവൻ. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദേഹി ആത്മാവിൽ പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിശ്രമവും പൂർണ്ണ സമാധാനവും അവൻ നമുക്ക് തരും. ആകയാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട്
അവനെ നമുക്ക് സ്നേഹിക്കാം, നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് സ്വന്തമായി സ്ഥലവും വീടും കൊടുത്ത് സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.